ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യുബാനോസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അൽഫാമിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്യണത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണതല്ലേ. അപ്പോൾ സവോള, പിന്നെ ഒരു 3 പച്ചമുളക്, തക്കാളി, പിന്നെ ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ജാറിലേക്ക് ഇടണേണ്. അതിനുശേഷം പുതിനയില ആവശ്യത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ കുറച്ച് പുതിനയില ഇടാം. പിന്നെ മല്ലിയിലയും ഇട്ടതിന് ശേഷം നമ്മൾ നാരങ്ങ ലെമൺ ജ്യൂസ് ഒന്ന് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടണേണ്. പിന്നെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ കേർഡാണ് ഇടുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കേർഡ് നമ്മളതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ വിനാഗിരി, 1 സ്പൂൺ ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഒപ്പം ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട്. നല്ലൊരു തിക്ക് പേസ്റ്റ്, ഇങ്ങനത്തെ ഒരു പേസ്റ്റാക്കി നമ്മളത് അടിച്ചെടുക്കാം. എന്നിട്ട് ചിക്കനിൽ നമുക്കിങ്ങനെ കുറച്ച് കട്ട്സ് ഫസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ എന്നിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ 2 ലെഗ് പീസാണ്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ്. എന്നിട്ട് ഈ തിക്ക് പേസ്റ്റ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി അത് പുരട്ടി വെക്കാം കേട്ടോ. നമുക്കൊരു 1 ഹവറോളം നമുക്ക് പുരട്ടി വെക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് പുരട്ടി മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1 ഹവർ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈയിങ് പാനിലേക്ക് നമുക്ക് ഈ ചിക്കൻ എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മളൊരു 35 to 40 മിനിറ്റ്സിൻ്റെ റേഞ്ചാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഇടയ്ക്ക് നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. താങ്ക് യു, ബൈ.